മികച്ച സ്കൂൾ, ആശുപത്രി, റോഡ്, ആകാശപാത അങ്ങനെ കേരളത്തിന്റെ വികസനത്തിന്റെ പ്രതീകമായി ചൂണ്ടിക്കാണിക്കാവുന്ന പല നിർമ്മിതികൾക്ക് പിന്നിലും നമുക്ക് മറ്റൊരു പേരൂടെ കേൾക്കാം: കിഫ്ബി. 1999 കേരള അടിസ്ഥാന സ്വകാര്യ നിക്ഷേപ നിധി നിയമപ്രകാരം 1999 നവംബർ 11 കിഫ്ബി നിലവിൽ വരുന്നത്. എന്നാൽ വികസനത്തിന് ഇന്ധനം പകരുന്ന നിലയിൽ ഈ കിഫ്ബിയെ ശാക്തീകരിച്ചത് 2016 അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരായിരുന്നു. എന്നാൽ എന്തായിരുന്നു അന്ന് കിഫ്ബിയോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം? സർക്കാരിന്റെ പല ജനക്ഷേമകരമായ വികസന പദ്ധതികളോടും പ്രതിപക്ഷത്തിനുള്ള അലർജി അതേപോലെ തന്നെ കിഫ്ബിയോടും പ്രതിപക്ഷം കാണിച്ചിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ കിഫ്ബി പിൻവലിക്കുമെന്നും അത് അപ്രായോഗികമാണെന്നും അന്ന് UDF പറയുകയും ചെയ്തിരുന്നു. പലതരത്തിലും കേരളത്തിന്റെ കഴുത്തുഞ്ഞിരിക്കാൻ ശ്രമിച്ചിരുന്ന കേന്ദ്ര സർക്കാരാണെങ്കിൽ EDയെ കൊണ്ട് കിഫ്ബിയെ വേട്ടയാടുകയും ചെയ്തിരുന്നു. ഉറഞ്ഞുതുള്ളിയെത്തിയ EDക്കൊപ്പം അന്നത്തെ വലതുപക്ഷ മാധ്യമ എഴുത്തു തൊഴിലാളികളും അവരുടെ പേന കിഫ്ബിക്കെതിരെ ചലിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഉണ്ടായത്? പറഞ്ഞ വാക്കിൽ നിന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല മലക്കം മറിഞ്ഞു. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരമൊരു സംവിധാനം വേണമെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുവന്നത് തന്നെ UDF ആണ്. അത് നിയമനിർമ്മാണമായത് ഈ ഗവൺമെന്റ് കാലത്താണ്. ഞങ്ങൾ അതിലെ അപാകതകളാണ് ചൂണ്ടിക്കാണിച്ചത്. വേട്ടയാടാൻ വന്നവരും വിമർശിച്ചവരും പത്തി താഴ്ത്തി തിരികെ പോകേണ്ടി വരികയും ചെയ്തു. കിഫ്ബി വഴി കേരളം വികസനത്തിന്റെ പുതിയൊരു വാതിൽ തുറന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 4 പതിറ്റാണ്ടിലേറെ ചർച്ചയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പദ്ധതിയായിരുന്നു. ഇത് യാഥാർത്ഥ്യമായത് കിഫ്ബി വഴിയാണ്. 90,562 കോടി രൂപയുടെ 1190 പദ്ധതികൾക്കാണ് കഴിഞ്ഞ 9.5 വർഷത്തിനിടെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ 70,562 കോടി രൂപയുടെ 1,183 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും 20,000 കോടിയുടെ 7 ഭൂമി ഏറ്റെടുക്കൽ പാക്കേജുകളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 37,388 കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 21,881 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. 27,273 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വകുപ്പുകൾ തിരിച്ച് കിഫ്ബി ചെലവാക്കിയ കണക്ക് പറയുകയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 104 പദ്ധതികളാണ് കിഫ്ബി വഴി പൂർത്തീകരിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന് സംസ്ഥാന വിഹിതമായി കിഫ്ബി വഴി കൈമാറിയത് 5,581 കോടി രൂപയാണ്. ശബരിമല ഇടത്താവളങ്ങളുടെ വികസനത്തിന് 126.94 കോടി രൂപയും കിഫ്ബി വഴി നൽകിയിട്ടുണ്ട്. അവയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കിഫ്ബി വഴി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 9 താലൂക്ക് ആശുപത്രികളുടെയും 2 ജനറൽ ആശുപത്രികളുടെയും 1 ജില്ലാ ആശുപത്രിയുടെയും മലബാർ ക്യാൻസർ സെന്ററിലെയും പണി കിഫ്ബി വഴിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 45 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 49 ഐസൊലേഷൻ വാർഡുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈദ്യുതി മേഖലയിലെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിക്കായി 1,709 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 579 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയാക്കി. മത്സ്യവകുപ്പിന് കീഴിലുള്ള 50 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചു. 44,700 സ്കൂളുകളിൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി. ആനക്കാംപോയിൽ മേപ്പാടി ടണൽ റോഡ് നിർമ്മാണത്തിന് 2,135 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു. കേശവദാസപുരം മുതൽ അങ്കമാലി വരെ MC റോഡ് വികസനത്തിന് 1,900 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 2016 LDF അധികാരം ഏറ്റെടുത്തപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു കേരളത്തിന്റെ ഖജനാവ്. ഖജനാവിന് പുറത്തു നിന്ന് പണം കണ്ടെത്താനായിട്ടായിരുന്നു ഇടതു സർക്കാർ കിഫ്ബി പുനരുജ്ജീവിപ്പിച്ചത്. പിന്നീട് കേരളത്തിന്റെ വികസന കുതിപ്പിന് കിഫ്ബി ഇന്ധനം പകരുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്.